ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ പോവാണ് കേട്ടോ. എവിടേക്കാണ് പോണ, എന്താ കാര്യം എന്നൊക്കെ പോണ വഴിക്ക് നമുക്ക് കാണാം. അപ്പം എന്തായാലും നമ്മൾ പുറത്ത് പോവാണേ. മുത്തോട്ടം വന്നു വണ്ടിയും കൊണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞാനൊരു സുന്ദരിയൊക്കെ ആണെച്ചാലും സൗന്ദര്യം കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം തോന്നിട്ട് ഇവിടെ കൃഷ്ണ ബ്യൂട്ടി പാർലർ, ഇവിടേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. എവിടേക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. കൃഷ്ണ ബ്യൂട്ടി പാർലർ, പൂക്കോട്ടുകാവിലെ. ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ അർച്ചന ചേച്ചി. അർച്ചന ചേച്ചിയാണ് എന്നെ സുന്ദരിയാക്കാൻ പോകുന്നത്. ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. വേറൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അർച്ചന ചേച്ചിയാണ് ബ്യൂട്ടീഷ്യൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ചേച്ചി ഇവിടെ തയ്ക്കുന്നുണ്ട് കേട്ടോ, ചുരിദാറും ബ്ലൗസും തയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ഫാൻസി സ്റ്റോറും ഉണ്ട് ഇതിനകത്ത് തന്നെ. അങ്ങനെ പാർലറിലൊക്കെ പോയി വന്നു, കൈയും കാലും മുഖമൊക്കെ കഴുകി ഇതാ കാറ്റ് കൊണ്ടുകൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയൂ, നന്നായോ? ഞാനധികം അങ്ങനെ പാർലറിലൊന്നും പോവാറില്ല, വല്ലപ്പോഴുമാണ്. അതും ചേച്ചി ആരെങ്കിലും കൂട്ടിയിട്ട് ഞാൻ പോവാറുള്ളൂ, ഒറ്റയ്ക്ക് അങ്ങനെ പോവാറില്ല. ഒരു മടിയാണ്. പിന്നെ എന്താ, പക്ഷേ കുറേ ദിവസമായി വിചാരിക്കണു ഇതൊക്കെ ഒന്ന് കാട് പോലെ പടർന്നിങ്ങോട്ട് വരും. എനിക്ക് ഭയങ്കര ഹെയറിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡ്രിമ്മർ ഉണ്ടായിരുന്നു, നാപ്റ്റോളിൽ നിന്ന് വാങ്ങിയത്. അത് കേട് വന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പാർലറിൽ പോവാറില്ല. അന്ന് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്, പിന്നെ ഞാൻ പാർലറിൽ അങ്ങനെ പോയിട്ടില്ല. ഇപ്പം ഇന്നാണ് പിന്നെ പോകുന്നത്. അപ്പോൾ പൂക്കോട്ടുകാവിലുള്ള ഇതിലാണ് പാർലറിൽ. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് കേട്ടോ. എന്തായാലും അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ആ ചേച്ചി വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തന്നു. ഒരു 5 മിനിറ്റ് തികച്ചെടുത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ല വേദനയുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വിശാലമായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന്. പക്ഷേ അവിടെ ഒരാളേ ഉള്ളൂ, സ്റ്റാഫില്ല വേറെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഒക്കെ തരാനൊന്നും ആരുമില്ല, നമ്മളെ കൈ തന്നെ വേണം. അതുകൊണ്ട് തന്നെ പിന്നെ വേദന ഉണ്ടായിരുന്നതുകൊണ്ടേ എനിക്കധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ചെറിയൊരു ബിറ്റ് വീഡിയോ എടുത്തത്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത്യാവശ്യം നന്നായി തന്നെ തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള പുരികം മാത്രം കുറച്ചും കൂടെ ഒന്ന് ഒരു ഫിനിഷിങ് വരാനുണ്ടല്ലോ എന്ന് എനിക്കൊരു തോന്നല കേട്ടോ. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും മൊത്തത്തിൽ കാടൊക്കെ പോയില്ലേ, അത് തന്നെ വലിയ കാര്യമായി. വെട്ടി തെളിച്ചില്ലേ കാട്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഒരു വിശേഷം, ഒരു പാർലർ വിശേഷം. ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് എൻ്റെ വലിയ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ അപ്പോ എന്നുള്ളത് ഇങ്ങനെ വരുന്നുണ്ട്. അതെനിക്ക് തന്നെ അറിയുന്നുണ്ട്. ഞാനത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഈ അപ്പോ കയറി വരും. അത് പതുക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു അരോചകത്വം തോന്നില്ലേ? എപ്പോഴും ഈ അപ്പോ എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് ശരിയാക്കി എടുക്കണം. ഇത്രയൊക്കെയാണ് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. ഇനി ഉച്ചയ്ക്ക് എന്താ? ഉച്ചയ്ക്ക് മാമൂണ്ണ. ഇപ്പോൾ സമയം 12:30-12:45 ആയിരുന്നു. ഇനി മാമൂണ്ണലാണ് അടുത്തൊരു വിശേഷം.